നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കെനിയയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ഖത്തർ പ്രവാസികളായ 5 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ പിന്നീട് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകും. ഇതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ജനപ്രതിനിധികൾ അറിയിച്ചു. ഇന്നലെയായിരുന്നു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി നെയ്റോബി അധികൃതരുടെയും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതരുടെയും അനുമതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി ഭേദമായ സാഹചര്യത്തിൽ കൂടിയാണ് അവർക്കൊപ്പം മൃതദേഹങ്ങൾ കൂടി നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഖത്തറിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയ 28 അംഗ ഇന്ത്യൻ പ്രവാസി സംഘമായിരുന്നു കെനിയയിൽ അപകടത്തിൽപ്പെട്ടത്. തിരുവല്ല സ്വദേശിനി 58-കാരിയായ ഗീത ഷോജി, പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായ 41-കാരിയായ റിയ ആൻ, മകൾ 8 വയസ്സുകാരിയായ ടൈറ, മൂവാറ്റുപുഴ സ്വദേശിനി 29-കാരിയായ ജസ്ന, മകൾ 1.5 വയസ്സുകാരിയായ റൂഹി മെഹ്റിൻ എന്നിവരായിരുന്നു അപകടത്തിൽ മരിച്ച മലയാളികൾ. ഇവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുക. ഗീതയുടെ മൃതദേഹം കൊച്ചിയിൽ തന്നെയായിരിക്കും സംസ്കരിക്കുക. ഇവരുടെ മക്കൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശി ജസ്നയുടെയും മകളുടെയും മൃതദേഹം സ്വദേശമായ പേഴക്കാപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. പാലക്കാട് സ്വദേശിനി റിയ ആനിന്റെയും മകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം. കെനിയയിൽ അവധി ആഘോഷിക്കുന്നതിനായി ഖത്തറിൽ നിന്നുള്ള പ്രവാസി സംഘം ബലിപെരുന്നാൾ ദിനമായ ജൂൺ 6-നാണ് യാത്ര തിരിച്ചത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഖത്തറിലെ സ്വകാര്യ ട്രാവൽ ഏജൻസിയുടെ പാക്കേജ് മുഖേനയായിരുന്നു ഇവരുടെ യാത്ര. 2 ടൂറിസ്റ്റ് ഗൈഡുമാരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. കെനിയയിലെ പ്രശസ്ത വന്യജീവി സഞ്ചാര കേന്ദ്രമായ മസായ് മാര സന്ദർശിച്ച ശേഷം ന്യാഹുരുവിലെ വെള്ളച്ചാട്ടം കാണുന്നതിനായി പോകുന്നതിനിടെ ജൂൺ 9-ന് പ്രാദേശിക സമയം വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ബസ് 10 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു.